ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണുന്ന വീഡിയോ എങ്ങനെ ഒരു സ്വാദേറിയ പിസ്സ വീട്ടിൽ തയ്യാറാക്കാം എന്നതിനെ പറ്റിയാണ്. കുട്ടികൾ ആവശ്യപ്പെടുമ്പോഴോ അതിഥികൾ വീട്ടിൽ വരുമ്പോഴോ വിശേഷ ദിവസങ്ങളിലോ ഒക്കെ നമുക്ക് ഇതുപോലെ പിസ്സ തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ആക്കുക. ആദ്യമായി പിസ്സ ബേസ് തയ്യാറാക്കുന്നതിന് മുന്നോടിയായി ഒരു 3/4 ഗ്ലാസ് ഇളം ചൂടുവെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഫുള്ള് പഞ്ചസാര ഇട്ട് നല്ലവണ്ണം ഇളക്കുക. 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കൂടി അതിലേക്ക് മിക്സ് ചെയ്യുക. നല്ലവണ്ണം ഒന്ന് ഇളക്കുക. ഒരു 10 മിനിറ്റ് നമുക്കതിനെ മാറ്റി വെക്കാവുന്നത് ആണ്. ഇനി നമുക്ക് ചിക്കൻ ശരിയാക്കാം. അതിനായി 300 ഗ്രാം വരുന്ന ബോൺലെസ് ചിക്കൻ ചെറുതായി അരിഞ്ഞിട്ട് എടുക്കുക. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂണ്, മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/2 ടീസ്പൂൺ, ജീരകപ്പൊടി 1 ടീസ്പൂൺ എന്നിവ ഒരു പാത്രത്തിലേക്ക് എടുക്കുക. 3 ടേബിൾ സ്പൂൺ ഫുള്ള് തൈര് കൂടി നമുക്ക് ആവശ്യമുണ്ട്. ചിക്കൻ നമ്മുടെ ഇൻഗ്രീഡിയൻസിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്കത് ഫുള്ള് ഒന്ന് മിക്സ് ചെയ്യാം. മൂന്ന് സ്പൂൺ തൈര് കൂടി അതിന് മേലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടി അതിനോടൊപ്പം ചേർക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തും നമ്മുടെ ഇൻഗ്രീഡിയൻസ് എത്തത്തക്ക രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്യേണ്ടതാണ്. ഒരു ടേബിൾ സ്പൂൺ ഫുള്ള് നാരങ്ങ നീര് കൂടി അതിനോടൊപ്പം ഒഴിച്ചു കൊടുക്കുക. ഒന്നുകൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഇൻഗ്രീഡിയൻസ് എല്ലാ ഭാഗത്തും എത്തുന്നതിന് ആനുപാതികമായി ടേസ്റ്റ് കൂടുന്നതായിരിക്കും. ഓക്കെ, നമുക്കതങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈസ്റ്റ് ശരിയായിട്ടുണ്ട്. നല്ലവണ്ണം പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. 2 ഗ്ലാസ് റിഫൈൻഡ് മൈദ ഒരു പാത്രത്തിലേക്ക് എടുക്കുക. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ ഫുള്ള് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിക്കുക. ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഒരു ബോൾ ആകുന്നത് വരെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. ആവശ്യമെങ്കിൽ സ്വല്പം വെള്ളം കൂടി ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം നല്ല രീതിയിലൊരു ബോൾ പോലെ ആയിട്ടുണ്ട്. ഇനി ഒരു 1.5 മണിക്കൂർ ഇത് വെക്കേണ്ടതാണ്. ഇനി നമുക്ക്
പിസ്സ സോസ് തയ്യാറാക്കുന്നതിനായി 2 സവാള, ഒരു 4 പഴുത്ത തക്കാളി, ഒരു 15-20 അല്ലി വെളുത്തുള്ളി, ക്രഷ്ഡ് മുളക് 1 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂൺ, ഇത്രയും ആവശ്യമുണ്ട്. പാൻ ലൈറ്റ് ഫ്ലെയിമിലേക്ക് ചൂടായിക്കൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. തക്കാളിയും സവാളയും നമ്മൾ പീസാക്കി വെച്ചിട്ടുള്ളത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്രഷ്ഡ് ചില്ലിയും അതിലേക്ക് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇടുക. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്ക് മൂടി കൊണ്ടടച്ച് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. തക്കാളിയുടെ തൊലിയെടുത്ത് മാറ്റത്തക്ക വിധം അത് നല്ല രീതിയിൽ വെന്ത് വരേണ്ടതുണ്ട്. ഓക്കെ, ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നോക്കാം. ഇതിലേക്ക് വെള്ളമൊഴിച്ച് കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത ഒന്നുമില്ല. തക്കാളിയിൽ നിന്ന് തൊലി നമുക്ക് നല്ല രീതിയിൽ വേർപെടുത്തി കളയാവുന്നതാണ്. ഈ സാധനം തണുത്ത ശേഷം മിക്സിയിലിട്ട് അടിച്ച് നല്ല കുഴമ്പ് പരുവത്തിൽ എടുക്കേണ്ടതുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായി ചിക്കൻ ഒന്ന് മുരിച്ചെടുക്കാം. പാൻ നല്ല രീതിയിൽ ചൂടായ ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. നമ്മുടെ ചിക്കൻ പീസെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടിരിക്കേണ്ടതാണ്. ഏകദേശം ചിക്കൻ മുരിഞ്ഞ് വരാറായിട്ടുണ്ട്. ഓക്കെ, ചിക്കൻ റെഡിയായി. നമുക്ക് മാറ്റി വെക്കാം. വീണ്ടും പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. നേരത്തെ നമ്മൾ പിസ്സ സോസിനായി പ്രിപ്പയർ ചെയ്തിട്ടുള്ള മിശ്രിതത്തെ പാനിലേക്ക് ഒഴിക്കുക. ഇനി ഇത് നല്ല പേസ്റ്റായി വരുന്നത് വരെ ചൂടാക്കേണ്ടതുണ്ട്. ലൈറ്റ് ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കേണ്ടതാണ്. ഏകദേശം 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് പിസ്സ സോസ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. പിസ്സ ഒരു പേസ്റ്റ് പരുവത്തിൽ ആയി വരണം. ഓക്കെ, കുറുകി വരുന്നുണ്ട്. നല്ലവണ്ണം ഇളക്കി കൊടുക്കേണ്ടതാണ്. നല്ലൊരു ക്രിസ്പി എഫക്റ്റ് വരത്തക്ക രീതിയിൽ നമ്മളതിനെ ആക്കിയെടുക്കേണ്ടതുണ്ട്. ഓക്കെ, പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാൻ ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് മാവ് ഇതുപോലെ പാനിലേക്കിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇതിന് പകരം വേണമെങ്കിൽ നമ്മുടെ ചപ്പാത്തി പലകയിലും പരത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരേപോലെ കരം കിട്ടുന്നതായിരിക്കും. ഇത് നല്ല രീതിയിൽ ചെറുതായി ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് തിരിച്ചിടാവുന്നതാണ്.
ഇത് പൊന്തി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഹോളിട്ട് കൊടുക്കുകയാണ്. നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാർ ചെയ്ത് വെച്ചിട്ടുള്ള പിസ്സ പേസ്റ്റ് ഒരേ കനത്തിൽ ഇതിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കാവുന്നതാണ്. പാൻ ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ടാകും. ഇവിടെ നമ്മൾ കാശ്മീരി മുളകാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടി നല്ല കളറുണ്ടാകും. ഇവിടെ കാശ്മീരി മുളകല്ല എടുത്തിരിക്കുന്നത്. ഓക്കെ, പേസ്റ്റ് നല്ല രീതിയിൽ തേച്ചിട്ടുണ്ട്. സ്ലൈസ്ഡ് ചീസുമാണ്. നമുക്ക് മൊസറല്ല ചീസ് ഇതിൻ്റെ മേലേക്ക് ഇതുപോലെ വിതറി കൊടുക്കാവുന്നതാണ്. എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ വിതറി കൊടുക്കേണ്ടതാണ്. സ്ലൈസ് ചെയ്തിട്ടുള്ള ചീസ് ഇതേ രീതിയിൽ എല്ലാ ഭാഗത്തേക്കും വെച്ച് കൊടുക്കുക. ഇത് നമ്മൾ നേരത്തെ മുറിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ഇതിൻ്റെ മേലേക്ക് ഇതേ രീതിയിൽ എല്ലാ ഭാഗത്തേക്കും എത്തത്തക്ക രീതിയിൽ വിതറി കൊടുക്കുക. നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം, സവാള, തക്കാളി എല്ലാം നല്ല രീതിയിൽ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിന് മേലേക്ക് നമ്മൾ ബാക്കി നേരത്തെ വന്നിട്ടുള്ള മൊസറല്ല ചീസ് കൂടി വിതറി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ചൂടുകൊണ്ട് ഉരുകി വരുമ്പോൾ ഒരേപോലെ എല്ലാ ഭാഗത്തും ചേർന്നിട്ടുണ്ടാകും. ഓക്കെ, ഇത് നമുക്ക് ഇതിന് മുകളിലേക്കൊരു മൂടി വെച്ച് നല്ലവണ്ണം ഒരു 5 മിനിറ്റ് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോഴേക്ക് നമ്മുടെ ചീസെല്ലാം ഉരുകി ഒരേപോലെ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ടാകും. ഓക്കെ, ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഇനി ഇളം ചൂടോടെ ഇതിനെ സ്ലൈസ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇതേ രീതിയിൽ നമുക്ക് ഒന്നാം തരം പിസ്സ നമ്മുടെ വീട്ടിൽ തന്നെ
വളരെ എളുപ്പത്തിൽ പാചകം ചെയ്ത് എടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കൂടാതെ വലതുവശം കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.